പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൊസാഡ് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ. കേരളത്തിലുടനീളം ഷോറൂമുകൾ. ഓർമ്മകൾ അങ്ങനെയാണ്. ജീവിതത്തിൻ്റെ ഇടത്താവളങ്ങളിൽ മനസ്സിൻ്റെ ഏതോ കോണിലത് താനെ കൂടുകൂട്ടുന്നു. ഹൃദയത്തിൻ്റെ വിശാലതയിൽ തെളിനിലാവായി ഭൂമിയെ ചുംബിച്ചുകൊണ്ട് നമുക്ക് മുമ്പേ നടന്നുപോയവർ, നിശ്വാസങ്ങൾ പോലും സാന്ത്വനമേകിയ അവരുടെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇരിപ്പിടങ്ങൾ കാലം മായ്ക്കാത്ത ഓർമ്മകളായി നമുക്ക് മുന്നിൽ എന്നുമുണ്ട്. ഓർമ്മകളിലെ ആ ഇരിപ്പിടങ്ങൾ. സ്നേഹവും സൗമ്യതയും സമന്വയിപ്പിച്ച ഹൃദയഭാഷയിലൂടെ, വിവേകവും സഹിഷ്ണുതയും നിറഞ്ഞ വചനങ്ങളിലൂടെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സമാധാനത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചവർ ഏറെ. ക്രിയാത്മകമായ ഐക്യത്തിൻ്റെ ഭാഷ സംസാരിക്കുകയും രാജ്യവും മതങ്ങളും സമുദായങ്ങളുമെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനും നിലനിൽപ്പിനുമാണെന്ന് നമ്മളെ നിരന്തരം ബോധ്യപ്പെടുത്തുകയും ചെയ്തവർ. നേതൃത്വത്തിൻ്റെ ഉപാധികളിൽ അകപ്പെടുന്ന വ്യക്തികളാകാതെ കർമ്മമണ്ഡലങ്ങളിലെ ഇവരുടെ വ്യക്തിത്വമാണ് ഇന്നും നമുക്ക് ചുറ്റും പ്രസരിക്കുന്നത്. ഭാഷയോ ദേശമോ വർഗവർണ്ണങ്ങളോ ഒന്നും ഈ പുണ്യാത്മാക്കളുടെ സഞ്ചാരപഥങ്ങളിൽ വിഘ്നങ്ങളായിരുന്നില്ല. ഓർമ്മകൾ. ആ ഓർമ്മകളുടെ ഇരിപ്പിടങ്ങൾ തേടിയുള്ള ഈ യാത്രയിൽ ഇവിടെ PG എന്ന രണ്ടക്ഷരം. ഈ രണ്ടക്ഷരങ്ങളിലൂടെ സാംസ്കാരിക കേരളം ലോകത്തിന് സമ്മാനിച്ചത് P. ഗോവിന്ദപിള്ള എന്ന കേവലമൊരു മനുഷ്യനെ മാത്രമായിരുന്നില്ല. തുളുമ്പാത്ത നിറകുടമായി വ്യതിരിക്തമായൊരു വ്യക്തിസൗരഭ്യം പരത്തുന്ന മനീഷിയെയാണ് നമുക്ക് കാട്ടിത്തന്നത്. 1926 മാർച്ച് മാസം 25 എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് രായമംഗലം ഗ്രാമത്തിൽ പുല്ലുവഴിക്കരയിലാണ് PGയുടെ ജനനം. പൊതുകാര്യങ്ങളിൽ തൽപരനായ മാളിക്കത്താഴത്ത് പരമേശ്വരൻ പിള്ളയുടെയും പുരാണങ്ങളെക്കാൾ മാർത്താണ്ഡവർമ്മയും ഇന്ദുലേഖയും പോലുള്ള നോവലുകൾ ഇഷ്ടപ്പെട്ടിരുന്ന കാപ്പിള്ളിൽ പാറുക്കുട്ടി അമ്മയുടെയും മകനായി പിറന്നതിനാലാവണം ഗോപി എന്ന് വീട്ടിലും നാട്ടിലും വിളിച്ചിരുന്ന P. ഗോവിന്ദപിള്ളയ്ക്ക് ചെറുപ്പത്തിലെ വായനയോടും സാമൂഹ്യ കാര്യങ്ങളിലും താൽപ്പര്യം ജനിച്ചത്. ചെറുപ്രായത്തിൽ തുടങ്ങിയ സാർവദേശീയ രംഗത്തോടുള്ള ആഭിമുഖ്യം വളർന്ന് സാർവദേശീയ സ്ഥിതിഗതികളുടെ വിശകലനത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നയാളായി മാറാൻ PGക്ക് കഴിഞ്ഞു. ഡൽഹി എന്നൊരു വാക്കില്ല ലോകത്തില്, അത് ദില്ലിയാണ്. ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഇംഗ്ലീഷ് തന്നെ വികൃതമായി ഉച്ചരിക്കുന്നതാണ് ഡൽഹി. ഈ ഡൽഹി എന്നെഴുതണ ആണോ ശരി, അതോ ദില്ലി എന്ന് മാത്രം മതിയോ? അതുപോലെ തന്നെ ആഗോളവൽക്കരണമാണോ ആഗോളീകരണമാണോ വേണ്ടത്? വിജ്ഞാനത്തിൻ്റെ ഏത് ഊടുവഴിയിലേക്കും തുറക്കുന്ന മഹാപാണ്ഡിത്യത്തിൻ്റെ മഹിമ PGയിൽ എന്നും നിറഞ്ഞു നിന്നിരുന്നു. രാഷ്ട്രീയ പ്രവർത്തകൻ, പത്രപ്രവർത്തകൻ, നിരൂപകൻ, സാംസ്കാരിക പ്രവർത്തകൻ, സൈദ്ധാന്തികൻ, ചരിത്രകാരൻ, അധ്യാപകൻ, പ്രഭാഷകൻ, പരിഭാഷകൻ, ശാസ്ത്രകാരൻ എന്നീ മേഖലകളിൽ സമർത്ഥമായി വ്യാപരിച്ചിരുന്ന ഈ മഹാമനുഷ്യയുടെ ഊർജം
കേരളത്തിൽ മറ്റൊരാൾക്കും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുണ്ടായിരുന്ന വായനയായിരുന്നു. സ്വയം മറന്നും സ്വകാര്യതകൾ മറന്നുമുള്ള ലഹരി പിടിപ്പിക്കുന്ന വായന. ആയിരത്തി 1946 PG കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി ചേർന്നു. പിന്നീട് കേരളം കണ്ടത് ശിവനേ മർത്യന് തൃഷ്ണ തീരലുണ്ടോ എന്ന വള്ളത്തോളിന്റെ വരികളെ അക്ഷരാർത്ഥം ശരിവെച്ചുകൊണ്ടുള്ള തീരാത്ത വായനയുടെ ലോകത്തു നിന്നും പി ഗോവിന്ദപിള്ള സമൂഹത്തിന് സമ്മാനിച്ചുകൊണ്ടിരുന്ന അറിവിന്റെ നാനാവിധങ്ങളായ മേഖലകളായിരുന്നു. അവയെ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ പുസ്തകശേഖരം. മനുഷ്യനുമായി ബന്ധപ്പെട്ടതൊന്നും തനിക്കന്യമല്ല എന്ന മാർസിയൻ ചിന്താഗതി പോലെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടതൊന്നും PGക്കും അന്യമായിരുന്നില്ല. ഇവിടെ ഈ പുസ്തകശേഖരങ്ങളിൽ ചേക്കേറിയിരിക്കുന്ന അക്ഷരപ്പക്ഷികൾ ഓരോന്നും ഇസങ്ങൾക്കപ്പുറവും ഇപ്പുറവുമുള്ള കാലദേശ ചരിത്രങ്ങളെ, കഥകളെ, കവിതകളെയൊക്കെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു. അവയുടെ ചിറകടി ഒച്ചകൾക്കായി എന്നും കാതോർത്തിരുന്ന കളിത്തോടനെ, അതിലുപരി അഭിമാനമായ സ്വന്തം പിതാവിനെ, PGയെ ഓർമ്മകളിൽ വീണ്ടെടുക്കുകയാണ് മകൾ ആർ പാർവതി ദേവി. അച്ഛൻ ഞങ്ങളെ വിട്ടു പിരിഞ്ഞിട്ട് 7 മാസം കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ എപ്പോഴും യാത്ര ചെയ്യുന്ന, ഒന്നുകിൽ യാത്ര കഴിഞ്ഞു വരുന്ന, അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്ന അച്ഛനെയാണ് ഞങ്ങൾക്ക് ഓർമ്മ. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്നേക്കുമായിട്ടുള്ള ഒരു യാത്രയിലാണ് എന്നൊരു ചിന്ത ഇപ്പോഴും ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഏതോ ഒരു നീണ്ട യാത്രയിലാണ് അച്ഛൻ എന്ന ഒരു വിചാരമാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ അച്ഛൻ്റെ എല്ലാമായ ഈ പുസ്തകങ്ങളുടെ ലോകത്ത് വരുമ്പോഴും അച്ഛൻ ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ചും അച്ഛൻ്റെ വായനയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ലെൻസും കണ്ണടയും, അച്ഛന് അറിവ് വേണം എന്നുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഹിയറിംഗ് എയ്ഡും ഒക്കെ കാണുമ്പോഴാണ് ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അച്ഛൻ സ്ഥിരമായൊരു യാത്രയിലാണ് എന്ന് ഞങ്ങൾ അറിയാതെ ഓർക്കുന്നത്. ഇങ്ങനെ ആയിരിക്കുമ്പോഴും എന്നും PGയുടെ മകൾ എന്ന ഒരു മേൽവിലാസം, ഓർമ്മ വെച്ച നാൾ മുതൽ ഞങ്ങൾക്കൊക്കെ ഉള്ള ആ ഒരു മേൽവിലാസം, അതിൻ്റെ ഒരു ആത്മവിശ്വാസവും അതിൻ്റെ ശക്തിയുമാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. വളരെ കുഞ്ഞിലെ ആരാണ് PG എന്നോ PGയുടെ പ്രാധാന്യം എന്താണെന്നോ യഥാർത്ഥത്തിൽ അറിയില്ലായിരുന്നു. പക്ഷേ ഒരാൾ പരിചയപ്പെടുമ്പോൾ PGയുടെ മകൾ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷവും അത്ഭുതവും ബഹുമാനവും ഒക്കെ കാണുമ്പോഴാണ് അച്ഛൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നത്. പിന്നീട് വളർന്നു വന്നപ്പോഴും ഒരച്ഛൻ എന്നുള്ള ഒരു അധികാരഭാവത്തിൽ ഒരിക്കലും ഞങ്ങളോട് പെരുമാറിയിട്ടില്ലെങ്കിലും ആ ഒരു തണൽ, ഒരു വലിയ അറിവിൻ്റെ ലോകം ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു തന്ന, ഏത് സംശയത്തിനും അപ്പോൾ മറുപടി തരുന്ന, ഒരു ചെറിയ ചോദ്യത്തിന്, ചെറിയ സംശയത്തിന് ഏതെങ്കിലും ഒരു 10 പുസ്തകങ്ങളെങ്കിലും പറഞ്ഞു തരുന്ന വളരെ അപൂർവമായൊരു വ്യക്തിത്വമാണ് എന്നുള്ള കാര്യം വളരും തോറും ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമായിരുന്നു. പക്ഷേ അച്ഛൻ എന്നുള്ള സാധാരണ നിലയിൽ നമ്മുടെ പരമ്പരാഗതമായ കുടുംബങ്ങളിൽ കാണുന്ന ഒരച്ഛൻ സങ്കല്പമായിരുന്നില്ല അച്ഛൻ്റേത്. ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയ്ക്ക് പൂർണ്ണമായ ജനാധിപത്യത്തിൽ വിശ്വസിക്കുകയും ആ ജനാധിപത്യം പൂർണ്ണമായി കുടുംബത്തിനകത്തും നടപ്പിലാക്കുകയും ചെയ്തൊരു വ്യക്തിയാണ്. അത് ഞങ്ങളുടെ അമ്മയോടാണെങ്കിലും ഞങ്ങളോടാണെങ്കിലും
ആ ഒരു അധികാരഭാവം ഒരിക്കലും ഞങ്ങളോട് കാണിച്ചിട്ടില്ല. എപ്പോഴും ഒരു സഖാവിനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെയാണ് ഞങ്ങളോട് പെരുമാറിയിരുന്നത്. ആ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു. അച്ഛൻ്റെ പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്ത് മരിക്കുന്നതിന് ഏതാനും ഒരു വർഷം കഷ്ടിച്ച്, അതിനു മുൻപ് വരെയും അച്ഛൻ ഊർജത്തിൻ്റെയും ഊർജ്ജസ്വലതയുടെയും ഒക്കെ പ്രതീകമായിരുന്നു. ശക്തിയുടെയും കരുത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഒക്കെയാണ്. അച്ഛന് പേടി എന്ന് പറയുന്നൊരു വികാരം കണ്ടിട്ടേയില്ല ഒരു കാര്യത്തിലും. യഥാർത്ഥത്തിൽ അവസാന കാലത്ത് സിറോസിസാണ് വന്നത്, കരൾ രോഗമാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴും ഒരു ചെറിയ ചിരിയോടുകൂടി കള്ളുകുടിയന്മാരുടെ അസുഖമാണല്ലോ എന്ന് പറഞ്ഞതല്ലാതെ അതിനെ ഭയക്കുകയോ അത് വിചാരിച്ച് മനസ്സ് പുണ്ണാക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡിപ്രഷനിലേക്ക് പോവുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു ധൈര്യവും ആത്മവിശ്വാസവുമാണ് അച്ഛൻ ഞങ്ങൾക്ക് തന്നത്. ആ ഒരു സാന്നിധ്യം അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ വലിയ ഒരു ശക്തിയായിരുന്നു, ഒരു വലിയ കരുത്തായിരുന്നു. സമൂഹത്തിൽ നിന്നും ഞങ്ങളുടെ മേൽവിലാസം അങ്ങനെ ആക്കി തീർത്തതിലും സമൂഹം ഞങ്ങളെ കാണുന്നതിലും പുറം ലോകം ഞങ്ങളെ കാണുന്നതിനുമൊക്കെ അച്ഛൻ്റെ ആ 2 അക്ഷരം PG എന്ന അക്ഷരം. തീർച്ചയായിട്ടും അച്ഛൻ ഞങ്ങളുടെ ഒപ്പമില്ലെങ്കിലും അച്ഛൻ ഞങ്ങൾക്ക് തന്നിട്ട് പോയ മൂല്യബോധം, നീതിബോധം, ഇതും അറിവും, വാക്കുകളെ, അക്ഷരങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതും ഒക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നിലേക്കുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ആത്മവിശ്വാസം തരുന്നതാണ്, വെളിച്ചം തരുന്നതാണ്. ആ തരത്തിൽ ഞങ്ങളിങ്ങനെ ആ യാഥാർത്ഥ്യം, അച്ഛൻ ഞങ്ങളുടെ ഒപ്പം ഇല്ല എന്ന ആ യാഥാർത്ഥ്യം ഞങ്ങളിങ്ങനെ മനസ്സിലാക്കി അംഗീകരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിലും ആ ഓർമ്മകൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ സഹാക്കൾക്കുമൊക്കെ ധൈര്യം പകർന്നുകൊണ്ടേയിരിക്കുന്നു. വായനയിലൂടെ ഉറവിയെടുക്കുന്ന നവകാഴ്ചപ്പാടുകളെ നമുക്കായി അക്ഷരങ്ങളിലൂടെ, വാക്കുകളിലൂടെ തുറന്നു തന്ന PGയുടെ ഈ തൂലിക സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ PGയുടെ അദൃശ്യമായ ശക്തിയിൽ ഇപ്പോഴും ഇത് ചലിക്കുന്നതായി തോന്നാം. കസേരയും ഊന്നുവടിയും കണ്ണടയുമെല്ലാം ഓർമ്മകളുടെ വളപ്പൊട്ടുകൾ പോലെ ഈ ലോകത്തോട് പറയുന്ന കഥകൾ അനവധിയാണ്. കേരളത്തിൽ ജീവിത സാഹിത്യ പ്രസ്ഥാനം മുതൽ പുരോഗമന കലാസാഹിത്യ സംഘം വരെ നമ്മുടെ സാംസ്കാരിക രംഗത്തെ പൊരുതുന്ന ശക്തികളുടെ ചൂടും വെളിച്ചവുമായി PG ജ്വലിച്ചു നിന്നു. ആയിരത്തി 1982 സാഹിത്യവും രാഷ്ട്രീയവും, മാർസും മൂലധനവും, ഫെഡറിക് എംഗൽസ്, PGയുടെ വായനാലോകം, മഹാഭാരതം മുതൽ കമ്മ്യൂണിസം വരെ, ഗ്രാംഷ്യൻ വിചാരവിപ്ലവം, സ്വദേശാഭിമാനി പ്രതിഭാവിലാസം,
സ്വാതന്ത്ര്യത്തിൻ്റെ സാർവദേശീയത, തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ, മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളുടെ തർജിമകൾ തുടങ്ങി PG എഴുതാത്ത മേഖലകളും വായന പോലെ തന്നെ ചുരുക്കമാണ്. ഒരു കാലത്ത് കലയ്ക്കു വേണ്ടിയെന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലതുപക്ഷ സാംസ്കാരിക ചർച്ചകൾ ഉയർന്നപ്പോൾ കലയുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ ഉയർത്തിപ്പിടിക്കുന്നതിൽ സജീവമായി ഇടപെടുന്നതിൽ PGയുടെ നിലപാടുകൾ സാഹിത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടവയാണ്. പ്രജ്ഞയുടെ തേജസ്സായി മലയാള മണ്ണിൽ നിലനിന്ന അദ്ദേഹത്തെ അവസാന കാലഘട്ടത്തിൽ ശരീരത്തിനും ചെവിക്കും കണ്ണുകൾക്കുമൊക്കെ ബാധിച്ച മാന്ദ്യത്തെ തീക്ഷ്ണമായ ബുദ്ധിശക്തിയും മനഃശക്തിയും കൊണ്ട് കീഴടക്കി നമുക്ക് വേണ്ടി അക്ഷരങ്ങളുടെ അറിവിൻ്റെ ലോകത്തിലേക്ക് പുതിയ വെളിച്ചവുമായി കടന്നുവന്ന അദ്ദേഹത്തെയും തേടി നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും എത്തുകയുണ്ടായി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്, ജനശ്രേഷ്ഠ അവാർഡ്, ഖാദർ മാമ രാഷ്ട്രീയ അവാർഡ്, TV പുരസ്കാരം, TK രാമകൃഷ്ണൻ പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ്, PN പണിക്കർ അവാർഡ് എന്നിങ്ങനെ കേരളം ഈ പണ്ഡിത ശ്രേഷ്ഠനെ അതിരറ്റ് ആരാധിച്ചു. അങ്ങനെ സംഭവബഹുലവും സുദീർഘവുമായ ആ ജീവിതത്തിന് 2010 ജൂലൈ 2 തിരശ്ശീല വീണു. കയ്യിലൊരു പുസ്തകവും ചുണ്ടിലൊരു ചോദ്യവുമായി വരുന്ന കുട്ടിയെപ്പോലെയെന്ന് ധീര ഭഗത് സിംഗിനെക്കുറിച്ച് അധ്യാപകൻ വിശേഷിപ്പിച്ചതുപോലെ ഈ കേരള മണ്ണിലേക്ക് കൈകളിൽ അനേകം പുസ്തകങ്ങളും അതിലേറെ അറിവുകളുമായി PG കടന്നുവരും, വരാതിരിക്കില്ല. പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മൊസാഡ് ഗ്ലോബൽ ഫർണിച്ചർ, NH കോട്ടക്കൽ. കേരളത്തിലുടനീളം ഷോറൂമുകൾ.